തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങാൻ UDF. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സർക്കാർ വിരുദ്ധ തരംഗം പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ UDF ആരംഭിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയത്തിലും LDFിനെ പഴിക്കുകയാണ് UDF. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന UDFന് വലിയ ആത്മവിശ്വാസം പകരുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിധി. അനുകൂല തരംഗം നിലനിർത്താൻ ശ്രമങ്ങൾ ആരംഭിക്കും. KPCC UDF യോഗങ്ങൾ ഉടൻ ചേരും. നിയമസഭയിലേക്കുള്ള ചൂണ്ടുപലകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് നേതാക്കൾ ഇതിനോടകം കണക്കുകൂട്ടുന്നു. കൂട്ടായ്മയുടെ വിജയമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. വിജയം നിയമസഭയിലും ആവർത്തിക്കുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറും വ്യക്തമാക്കി. കേരളത്തിലെ ജനങ്ങൾ UDFന് നൽകിയ വലിയ വിജയത്തിന് പിന്തുണയ്ക്ക് ഞങ്ങൾ അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഈ വിജയം കൊയ്തെടുക്കാൻ വേണ്ടി സാധിച്ചത്. നേതൃത്വ പങ്കാളിത്തത്തിൽ അണികൾ നേടിത്തന്ന വിജയമാണ്, ജനങ്ങൾ സമ്മാനിച്ച വിജയമാണ്. ഇതിൻ്റെ തനിയാവർത്തനം കുറേ കൂടി ശക്തമായ രീതിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. എല്ലാ വിഭാഗം ജനങ്ങളും, ഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ UDFനോടൊപ്പം നിന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയവും LDFനെതിരെ ഉപയോഗിക്കാനാണ് UDF തീരുമാനം. തിരുവനന്തപുരത്തെ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി എന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. അപ്പോൾ തൃശ്ശൂർ പാർലമെന്റിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് കൊടുക്കാൻ ഒരേ ഒരു കാരണക്കാരേ ഉള്ളൂ. അത് കേരളത്തിലെ പിണറായി സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ മാതൃകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതൃത്വം ആലോചിക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.